ഗൈസ്. അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചായിരുന്നോ? നമ്മളിതാ ചോറ് കഴിക്കാനായിട്ട് പോകാനായിട്ട് ഇത് കുറച്ചൊന്ന് താമസിച്ചു. ഈ സംഭവം എന്ന് വെച്ചാൽ ചോറെല്ലാം വെച്ചിട്ട് ഞാൻ എന്താണ് ഇസുവിനെ വിളിക്കാനായിട്ട് പോയിരുന്നു. ഇന്ന് നേരത്തെ അംഗൻവാടിയിൽ നിന്ന് വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വിളിക്കാനായിട്ട് പോയി. അത് വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ചോറ് കഴിക്കുന്നത്. അതുപോലെ നെറ്റ് എനിക്ക് നല്ല സ്ലോ ഗീസ് ക്ലിയറായി. ഞാൻ കുറേ വീഡിയോസൊക്കെ കുത്തിയിരുന്ന് കണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കാര്യത്തിലോട്ട് പോകാമേ. അപ്പോൾ ചോറെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിയലാണ്. അവിയലും മീൻകറി ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വറ്റിയിരിക്കണത്. ഇന്നലത്തെ മീൻ എനിക്ക് അന്ന് വെക്കുന്നതിനെക്കാട്ടും തലേന്നത്തെ, അല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ പഴവും തോറും എന്താണ് കറിയുടെ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ എനിക്ക് തലേന്നത്തെ മീൻകറിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ചൂരക്കുട്ടിയായിരുന്നേ. അങ്ങനെ അതെടുത്തു. പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോരിൽ മറ്റേ വണ്ടക്കേക്ക് തെറ്റിച്ച് വെണ്ടയ്ക്കൊക്കെ എന്താണ് നമ്മുടെ വറുത്ത് ചെയ്തിട്ട് ഒരു മോര് കറി ഉണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് നിറത്തിൽ പേരുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അങ്ങനെ പേരൊന്നും പറയത്തില്ല കേട്ടോ, ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നെ അത് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെണ്ടയ്ക്ക് അതിന് വേണ്ടി ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോകണമെങ്കിൽ സ്ഥിരം സ്ഥലം തന്നെയാണ്. സിറ്റൗട്ടിൽ പോയിരുന്ന് കഴിക്കുകയാണ്. എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് ഇനിയിപ്പോൾ എന്താണ് കുറച്ച് റെസ്റ്റ് എടുക്കണം കേസ്. അയ്യോ, റെസ്റ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് തീരാത്ത കാര്യം ഞാൻ ഓർത്തത് കേട്ടോ. അപ്പോൾ റെസ്റ്റ് ഇല്ല, ഇനിയിപ്പോൾ അതിന് പോയി വോയിസ് ഇടട്ടെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.